പോയിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും വരാൻ പറ്റാത്ത വഴിയാണല്ലോ ഇത്. ഇനി എന്താ വഴി വഴിക്കാൻ വന്നിരിക്കും ഇവിടെ? എന്റെ രാജ്യ എല്ലാവർക്കും എല്ലാ സൗകര്യം ഉണ്ടാവണമെന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഞങ്ങളെ. ഇവളങ്ങനെ പലതും പറയളിയാ. അതൊക്കെ കേൾക്കാൻ നിന്നാലേ നമ്മുടെ ഇന്നത്തെ പെണ്ണ് കാണൽ നടക്കില്ല. അമ്മൊന്നും വേണ്ടായിരുന്നേ, ഇവിടുത്തെ സംസാരം വേണ്ട. ആ ദേ വീടെത്തി. ഇതിന് വീട് എന്ന് പറയാൻ പറ്റുമോ? ഇത് തൊഴുത്ത പോലെ ഉണ്ടല്ലോ. നിന്റെ തിരുവായ കുറച്ചു നേരം അടച്ചു വെക്കൂ. ഓ എന്റെ രാജി, ഇവിടെ കാണുന്ന പലതിനെ കുറിച്ചും നിനക്ക് അഭിപ്രായം പറയാനുണ്ടാവും. ആ ദേ അവരെത്തി. അതൊക്കെ പെൺകുട്ടിയെ കണ്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം. അതെ, ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട. ഞാനതിന് നിങ്ങളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എല്ലാവരും കയറി വരും. വന്നിട്ട് ഇതാണ് പെൺകുട്ടിയുടെ അച്ഛൻ നാരായണൻ. ഇവരെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. ആ ഇവിടെ കേശുവിന്റെ കൂട്ടുകാരൻ അറിയാം. അതെങ്ങനെ നിങ്ങൾക്കറിയാ? നീയല്ലേ പറഞ്ഞ കേശു നാളെ അവന്റെ കൂട്ടുകാരും കൊണ്ടുവന്നു? അതെ. ആ അത് ഞാൻ ഊഹിച്ച് പറഞ്ഞതാ. അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ കേശു? അത് ശരിയാ, അവരെന്നെ ഇവര്. തൽക്കാലം രക്ഷപ്പെട്ടു. അല്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? അതെ, മരിച്ചതാ. മരിച്ചതാണെന്ന് ഞങ്ങള് പറഞ്ഞിരുന്നല്ലോ. എങ്ങനെയാ മരിച്ചതെന്നാണ് ഉദ്ദേശിച്ചത്? അറ്റാക്ക് വന്നിട്ട് മരിച്ചെന്ന് അളിയ എന്നോട് പറഞ്ഞിരുന്നു. ആ അതെ അതെ, ഞാനേ ഇത് ഇവളോട് പറയാൻ വിട്ടുപോയി. അത് സാരില്ലടോ, ഇതെല്ലാം കൂടി സംസാരിക്കാനല്ലേ ഈ ചടങ്ങ്. അതെ. എന്നാ നമുക്ക് കുട്ടീനെ അങ്ങോട്ട് കണ്ടാലോ? നാരായണ, മോളോട് വരാൻ പറഞ്ഞോളൂ. ആ ശരി മോളെ, ചായ എടുത്തോളൂ. ആ ഇങ്ങോട്ട് കൊടുക്ക. എല്ലാവരും കഴിക്കും കേട്ടാ. മോളോട് എന്തെങ്കിലും ചോദിക്കടാ. എന്താ കുട്ടിയുടെ പേര്? മഹാലക്ഷ്മി. ഓ, മഹാലക്ഷ്മിയൊക്കെ തൊഴുത്തു പോലുള്ള താമസം. ഒന്നും മിണ്ടാണ്ടിരിക്കണേ. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ. ഇനിയൊന്നും സംസാരിക്കാനില്ല. ഞാൻ പറഞ്ഞതല്ല, അപ്പുറല്ലേ അവനെ. എന്നാ മോൾ അകത്തേക്ക് പൊക്കോളൂ. എന്നാ നമുക്ക് ഇറങ്ങാം. കുട്ടീനെ ഞങ്ങക്ക് ഇഷ്ടായി അല്ലടാ? ആ അതെ. ബാക്കി വരവും പോക്കും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ആലോചിച്ചിട്ട് അറിയിക്കാം. എന്താ കേശു, അതുപോലെ? ആ അങ്ങനെ മതി കളിയാ. അപ്പൊ നാരായണ, ആ മതി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ ശരി, വീണ്ടും കാണാം. ശരി. അപ്പൊ ശരിട്ടാ. ശരി. ശരി മോനെ. ശരി മോനെ.
അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെ, എനിക്കൊരു കല്യാണത്തിന് പോകണം. നമുക്കൊന്ന് വൈകിട്ട് അമ്പലപ്പറമ്പിൽ കാണാം, അപ്പൊ പറയാം. അതെ, ശരി. അതാ നല്ലത്. അതുപോലെ ആ ശരി. എന്നാ നാരായണ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി.